വാവാ യേശുനാഥാ, വാവാ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥാ, വാവാ യേശുനാഥാ, വാവാ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥാ. നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. വാവാ യേശുനാഥാ, വാവാ യേശുനാഥാ, വാവാ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥാ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഞങ്ങളെ അനുഗ്രഹിക്കാനായി, ഞങ്ങളെ സ്പർശിക്കാനായി, ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കാനായി, അനുഗ്രഹത്തിൻ്റെ പെരുമഴ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വർഷിക്കാനായി അങ്ങ് എഴുന്നള്ളി വന്നിരിക്കുകയാണല്ലോ ഈ അൾത്താരയിലെ. ഞങ്ങളെ തന്നെ പരിപൂർണമായും ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ പരിപൂർണമായും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, ഞങ്ങളുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഒരു കുഷ്ഠരോഗി അങ്ങയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അപേക്ഷിച്ചുവല്ലോ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. ഈശോയെ, അങ്ങ് കൈനീട്ടി അവനെ സ്പർശിച്ച് സുഖപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളും കുഷ്ഠങ്ങളും രോഗങ്ങളും ആദികളും ദുഃഖങ്ങളുമൊക്കെ അങ്ങയുടെ തിരുസ്പർശനത്തിലേക്കായി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈശോയെ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഈശോയെ. ഞങ്ങളെ സ്പർശിക്കണമേ ഈശോയെ. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ഈശോയെ. രക്തസ്രാവം പിടിപെട്ട ആ സ്ത്രീ അങ്ങയുടെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയെ സ്പർശിച്ചുവല്ലോ ഈശോയെ. അവൾ സുഖം പ്രാപിച്ചുവല്ലോ ഈശോയെ.
ഞങ്ങളുടെ രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളുമൊക്കെയായി അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നു. ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങ് ഈ അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യമായി ഞങ്ങളെ അനുഗ്രഹിക്കാനായി, ഞങ്ങളുടെ കൂടെയാകാനായി ഇതാ ഞങ്ങളുടെ ദൈവം തിരുശരീരമായി തിരുരക്തമായി ഞങ്ങൾക്ക് ഭക്ഷണപാനീയമായി അങ്ങ് ഓരോ ദിവസവും അൾത്താരയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ വരുന്നു. അങ്ങയുടെ തിരുശരീരത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. അങ്ങയുടെ തിരുച്ചോരയുടെ സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ. ഈശോയേ, കാൽവരിയിലെ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചൊരിഞ്ഞ ആ തിരുരക്തം ഞങ്ങളെ സംരക്ഷിക്കട്ടെ. എല്ലാ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും, ദുഷ്ടതയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ. അങ്ങയുടെ തിരുച്ചോരയുടെ സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയാൻ ഇടവരുത്തേണമേ. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈശോയുടെ തിരുച്ചോരയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയാനായി തീക്ഷ്ണമായി സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുച്ചോരയുടെ സംരക്ഷണം എൻ്റെ ജീവിതത്തിലുണ്ടാകാൻ, ഈശോയുടെ തിരുക്കുരിശിൻ്റെ സംരക്ഷണം എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയാൻ, ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയാൻ നമുക്ക് തീക്ഷ്ണമായി തമ്പുരാനോട് പ്രാർത്ഥിക്കാം. തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെ ചേർക്കണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. തിരുകുരിശിൻ അടയാളത്താൽ എന്നെ കാക്കണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. തിരുഹൃദയത്തിൻ സ്നേഹത്താൽ എന്നെ പൊതിയണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. തിരുവുത്ഥാന പ്രഭയാൽ എന്നെ ശക്തനാക്കണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. സത്യാത്മാവിൻ അഭിഷേകത്താൽ പൂർണ്ണനാക്കണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെ ചേർക്കണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. തിരുക്കുരിശിൻ അടയാളത്താൽ എന്നെ കാക്കണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. തിരുഹൃദയത്തിൻ സ്നേഹത്താൽ എന്നെ പൊതിയണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. തിരുവുത്ഥാന പ്രഭയാൽ എന്നെ ശക്തനാക്കണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. സത്യാത്മാവിൻ അഭിഷേകത്താൽ പൂർണ്ണനാക്കണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. ഈശോയെ തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, അങ്ങയുടെ തിരുച്ചോരയാൽ എൻ്റെ പാപങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതത്തെ കാത്ത് സംരക്ഷിക്കണമേ. അങ്ങയുടെ ദിവ്യകുരിശിൻ്റെ സംരക്ഷണം എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഉണ്ടാകട്ടെ.
ഞാനിന്ന് കണ്ടുമുട്ടുന്ന മനുഷ്യരെ മുഴുവൻ എൻ്റെ ജീവിത സംഭവങ്ങളിലൊക്കെ അങ്ങയുടെ തിരുസ്നേഹം എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈശോയെ, അങ്ങയുടെ തിരുവുത്ഥാനത്തിൻ്റെ പ്രഭ എൻ്റെ ജീവിതത്തെ സാക്ഷ്യ ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ പൂർണ്ണനാക്കണമേ, എന്നെ നയിക്കണമേ. ഈശോയെ, അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ എൻ്റെ ജീവിതത്തെ അങ്ങയിലേക്ക് സമർപ്പിച്ച് ധന്യമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരിച്ചോരയുടെ ശക്തി എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തെ കഴുകി വിശുദ്ധീകരിച്ച് മഹത്വമുള്ളതാക്കി തീർക്കണമേ. തിരുച്ചോരയാ എന്നെ കഴുകണമേ. ഈശോയുടെ ദിവ്യസന്നിധിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനത്തിലെ ഈശോ നമ്മോട് പറയുന്നു, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാ നമ്മുടെ ദൈവം നമ്മോടൊത്ത്, വാഗ്ദാനങ്ങൾ പാലിക്കുന്ന നമ്മുടെ പൊന്നു തമ്പുരാൻ നമ്മോടൊത്ത്. ഈശോ എന്നും നമ്മോടൊത്തുണ്ട്, നമ്മുടെ ദൈവം നമ്മോടൊത്തുണ്ട്. സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ കൂടെ ആയിരിക്കാൻ കൊതിക്കുന്ന ദൈവത്തിൻ്റെ തുടിപ്പുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിലെ പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്ന ചില മുൻ സൂചനകൾ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണുവാനായിട്ട്, ഈ സമയങ്ങളിൽ കാണുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആദ്യ പറുദീസ, അവിടെ നാം കാണുന്നത് എന്താണ്? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. മനുഷ്യനെ വിളിക്കുന്ന ദൈവം, ആദം നീ എവിടെയാ? മനുഷ്യൻ്റെ കൂടെ നടക്കാൻ കൊതിക്കുന്ന ദൈവം, ദൈവമായ കർത്താവ് ആ തോട്ടത്തിലൂടെ ഉലാത്തുമായിരുന്നു. തിരുവചനം പറയുന്നു, മനുഷ്യനെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ദൈവം, മനുഷ്യൻ്റെ കൂടെ നടക്കാൻ കൊതിക്കുന്നൊരു ദൈവം. ആ ദൈവത്തെ ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നു, ആദ്യത്തെ പറുദീസയിൽ നമ്മൾ കാണുന്നു. സ്നേഹമുള്ളവരെ, ഇതാ ആ സ്വരത്തിൻ്റെ, ആ കൂടെ നടക്കുന്നതിൻ്റെ പൂർണ്ണത നമ്മുടെ മുമ്പിലെ പൊന്നു തമ്പുരാൻ നമ്മോട് സംസാരിക്കുന്നു, നമ്മുടെ കൂടെ ആയിരിക്കുന്നു. വീണ്ടും നാം കാണുന്നു പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിലെ ദൈവം അവരോട് സംസാരിക്കുന്നു, അബ്രാഹത്തോട് സംസാരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിലെ ദൈവം അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, അബ്രാഹത്തോട് സംസാരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 1-ാം തിരുവചനം മുതൽ നമ്മൾ കാണുന്നു, 3 ആളുകളുടെ രൂപത്തിൽ ദൈവമായ കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നു. അവിടെ ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് അബ്രാഹത്തെ അറിയിക്കേണ്ടതല്ലേ എന്ന് ദൈവം തന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യം. സൊദോം ഗൊമോറയെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. അത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ അബ്രാഹത്തെ അറിയിക്കേണ്ടതല്ലേ എന്ന് തമ്പുരാൻ ചോദിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നു പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിലെ ഇസഹാക്കിനോട് സംസാരിക്കുന്ന ദൈവം. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 3-ാം തിരുവചനത്തിലെ നാം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ടായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന്. യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നാം കാണുന്നു സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്ന ദൈവം. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 15-ാം തിരുവചനത്തിലെ ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരികയും ചെയ്യും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇതാ നമ്മുടെ തമ്പുരാൻ
നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളിലൂടെ, നമുക്ക് നൽകുന്ന നല്ല പ്രതീക്ഷകളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. തൻ്റെ ആഗ്രഹങ്ങൾ അബ്രാഹത്തോട് ദൈവം പങ്കുവെച്ചതുപോലെ നമ്മോട് ദൈവം പങ്കുവെക്കുന്നു. നമ്മുടെ തമ്പുരാൻ ഈ അൾത്താരയിൽ നമ്മോടൊത്തുണ്ട്. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം എൻ്റെ പ്രിയമുള്ളവരെ. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം. ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. മനുഷ്യൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, മനുഷ്യൻ്റെ നിലവിളി കേട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം പുറപ്പാടിൻ്റെ പുസ്തകം ആരംഭത്തിലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. നമ്മുടെ ദൈവം ഇതാ നമ്മുടെ കൂടെ അൾത്താരയിലെ നമ്മുടെ നിലവിളി കേൾക്കുന്ന നമ്മുടെ പൊന്നു തമ്പുരാൻ. ആ തമ്പുരാൻ്റെ മുമ്പിലെ നമ്മുടെ വേദനകൾ ഇറക്കി വയ്ക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. പഴയ നിയമം വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ തമ്പുരാൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തമായിട്ടുള്ളൊരു അടയാളം നമ്മൾ കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 31-ാം തിരുവചനത്തിലാണ്. മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ആ ജനത്തിൻ്റെ കൂടെ നടക്കുന്ന ദൈവം. പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 21-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നു: അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാകും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭമായും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുമ്പിൽ നിന്ന് മാറിയില്ല. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ചില സൂചനകൾ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് ഇത് നൽകുകയാണ് പ്രിയമുള്ളവരെ. മേഘം ആ മരുഭൂമിയിലെ യാത്രയിൽ അവർക്ക് വഴികാട്ടുന്നു. അതോടൊപ്പം തന്നെ മേഘം ആ മരുഭൂമിയിലെ യാത്രയിലെ അവർക്ക് തണൽ നൽകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ തണലാണ് നമ്മുടെ ഈശോ. നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാണ് ഈശോ. അഗ്നിസ്തംഭം രാത്രിയിൽ അവരുടെ സഞ്ചാരങ്ങൾക്ക് അവരുടെ കൂടെ അവിടെ മുമ്പിൽ നിൽക്കുന്ന മുമ്പേ പോകുന്ന ദൈവം. അഗ്നിസ്തംഭമായി അവർക്ക് വഴികാട്ടിയായി മുമ്പേ പോകുന്ന ദൈവം. ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. വിശുദ്ധനായ ജോൺ ന്യൂമാൻ, കർദിനാൾ ന്യൂമാൻ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതയുണ്ടല്ലോ, ലീഡ് കൈൻഡ്ലി ലൈറ്റ്. വെളിച്ചമേ എന്നെ നയിച്ചാലും ഒരുപക്ഷെ ഒരടി കൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള വെളിച്ചം എൻ്റെ തമ്പുരാനെ എനിക്ക് നൽകിയാലും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതാ വെളിച്ചം, ലോകത്തിൻ്റെ വെളിച്ചം, ദിവ്യകാരുണ്യം നമ്മോടൊത്ത് നമ്മുടെ ജീവിതത്തിനെ പ്രകാശമായി, എൻ്റെ ജീവിതം ഏത് വിധത്തിൽ ഏത് വഴിത്താരയിൽ മുന്നോട്ട് പോകണമെന്ന് എന്നോട് പറയുന്ന എൻ്റെ ദൈവം. നീ ഒരു കവലയിലെത്തുമ്പോൾ നീ ഇടത്തോട്ടോ നീ വലത്തോട്ടോ പോവുകയാണെങ്കിലേ നിന്നെ അനുഗ്രഹിക്കാനായി, നിന്നെ ചെയ്യാനായി, നിന്നെ നയിക്കാനായി നിൻ്റെ ദൈവം നിന്നോടൊപ്പമുണ്ട് എന്ന് നീ വിശ്വസിക്കുക. മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനത്തെ നയിച്ച ആ ദൈവം ഇതാ പൊന്നു തമ്പുരാൻ ഈ അൾത്താരയിൽ തിരുസാന്നിധ്യമായി നമ്മോട് കൂടെ വസിക്കുന്നു. സ്നേഹമുള്ളവരെ, ആ ഈശോയ്ക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. പഴയ നിയമത്തിലെ സൂചനകളാണ് നാം ഈ ഒരു സമയം നാം കണ്ടത്. ദൈവം നമ്മോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. പ്രാർത്ഥനയോടെ നമ്മുടെ വിചാരങ്ങൾ തമ്പുരാനിലേക്ക്, ഹൃദയത്തിലേക്ക് നമുക്ക് ഉയർത്താം. ആ പറുദീസയിലെ ആദ്യ പിതാവിനോടും മാതാവിനോടും കൂടെ നടക്കുന്ന ദൈവം, മനുഷ്യൻ്റെ കൂടെ നടക്കാൻ കൊതിക്കുന്ന ദൈവം, മനുഷ്യൻ്റെ ഒപ്പമായിരിക്കാൻ മനുഷ്യനെ വിളിക്കുന്ന ദൈവം, പൂർവ്വപിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവരോട് വചനമായും അവരോട് സ്വപ്നങ്ങളിലും സാന്നിധ്യങ്ങളായും പ്രത്യക്ഷീകരണങ്ങളായും അവരുടെ മുമ്പിൽ അവതരിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പരിപൂർണത ഈ അൾത്താരയിലെ ഇതാ നമ്മുടെ ദൈവം നമ്മോടൊത്ത് ഈ അൾത്താരയിൽ നമ്മെ അനുഗ്രഹിക്കാനായി
പകൽ മേഘത്തിൻ്റെ സ്തംഭവുമായും രാത്രി അഗ്നിയുടെ വെളിച്ചമായും ഇസ്രായേൽ ജനത്തെ നയിച്ച നല്ല ദൈവമേ, ജീവിതത്തിൻ്റെ വഴിത്താരകളിലെ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ദുഃഖിക്കുന്ന സമയങ്ങളിലെ നീ മാർഗം പറഞ്ഞുകൊണ്ട്, എങ്ങോട്ട് തിരിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളുടെ മുമ്പേ നടക്കുന്ന ദൈവമാണ്. വചനം പറയുന്നത് പോലെ അവരുടെ മുമ്പേ അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും ചരിക്കുന്ന ദൈവം. സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ മേഘം ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെടുന്നു. മേഘം അസമാഗമ കൂടാരത്തിൽ വന്ന് വിശ്രമിക്കുമ്പോൾ ഇസ്രായേൽ ജനം അവിടെ താവളമടിക്കുന്നു. ഞങ്ങളുടെ വഴികാട്ടിയാണ് ഈശോയെ എന്ന് ഈ അൾത്താരയിൽ ഞങ്ങളെ നയിക്കുന്നത് അങ്ങാണ്. ഞങ്ങളെങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് ഞങ്ങളോട് പറയുന്നതും അങ്ങാണ്. ഈ കോവിഡിൻ്റെയൊക്കെ ഈ പശ്ചാത്തലത്തിലെ ജീവിതം എങ്ങോട്ടെന്നറിയാതെ ഞങ്ങൾ ചിലപ്പോഴൊക്കെ പതറി നിൽക്കുമ്പോൾ ഞങ്ങളെ വഴികാട്ടുന്ന നല്ല തമ്പുരാനാണ് അങ്ങ്. ഞങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു തരുന്ന തമ്പുരാനാണ് അങ്ങ്. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോടൊത്തുണ്ട് എന്നുള്ള വലിയ ബോധ്യം, വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യം, ആഴമായ ബോധ്യം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടെ വസിക്കണമേ നാഥ, 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 കൂടെ വസിക്കണമേ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യ കാരുണ്യമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അങ്ങ് ഞങ്ങളോടൊത്ത് വസിക്കുന്ന ദൈവമാണ് എന്നുള്ള ആഴമായ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്ന് സിനായ് മലയിൽ വെച്ച് അങ്ങ് പഴയ നിയമ ജനതയോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇതാ പുതിയ നിയമ ജനതയായ ഞങ്ങൾ പുതിയ നിയമത്തിൻ്റെ വാഗ്ദാനങ്ങളായ അങ്ങയുടെ തിരുശരീരത്തിൻ്റെ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് അങ്ങയുടെ സ്വന്തം ജനമാണെന്നുള്ള, അങ്ങയുടെ സ്വന്തമാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ തമ്പുരാൻ ഞങ്ങളോടൊത്തുണ്ടെങ്കിലേ ഞങ്ങൾ പിന്നാരെ ഭയപ്പെടണം. ക്രിസ്തു ഞങ്ങളോടൊത്തുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനെ ഭയപ്പെടണമെന്ന് പ്രഘോഷിച്ച പൗലോസ് അപ്പോസ്തലനെ പോലെ പരിശുദ്ധാത്മാവിൽ ഈശോ ഞങ്ങളോടൊത്തുണ്ടെങ്കിൽ, പിതാവായ ദൈവത്തിൻ്റെ ദിവ്യ സംരക്ഷണം ഞങ്ങളോടൊത്തുണ്ടെങ്കിലേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു ചെങ്കടലുണ്ടായാലും, പിന്നിൽ ആക്രമിക്കാനായി ഒരു ഫറവോൻ്റെ സൈന്യം വന്നാലും ഞങ്ങളെ ആ തമ്പുരാൻ നയിച്ചുകൊള്ളും. ചെങ്കടൽ പിളർത്തിക്കൊണ്ട് പോലും, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടുപോലും ഞങ്ങളുടെ ജീവിതത്തെ നയിച്ചുകൊള്ളും. മനുഷ്യർക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത
വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളെ നയിച്ചുകൊള്ളും. കാരണം അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള ആഴമായ വിശ്വാസ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ അഭിഷേകം ഞങ്ങളിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ നാഥാ കൂടെ വസിക്കണമേ, 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 നാഥാ കൂടെ വസിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന, ആരാധന.